Welcome to Plus One Exam Package, Part 18, Dynamics including friction. Question number 1. If capital N is the normal reaction between two solid surfaces in contact, the force of static friction is dash. ബ്രാക്കറ്റിൽ 3 ചോയ്സ് തന്നിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. മ്യൂസ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ചോയ്സ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. മൂന്നാമത്തെ ചോയ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. ഫ്രിക്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. രണ്ടാമത്തെ ചോയ്സ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. ഇതിലേതാണ് ഫ്രിക്ഷൻ ഫോഴ്സായിട്ട് വരുന്നതെന്ന്. ചാടിക്കയറി ഈക്വൽസ് എന്ന് എഴുതരുത്. ഈക്വൽസ് എന്ന് പറയുമ്പോൾ അത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സാണ്. maximum force of static friction is equal to മ്യൂസ് ഇൻറ്റു എൻ. സാധാരണഗതിയിൽ അതിൽ കുറവായിരിക്കും ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് പ്രയോഗിച്ച് കഴിയുമ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഒപ്പോസ് ചെയ്യത്തക്ക അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ആകുന്നത്. അത് കുറഞ്ഞ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സായിട്ട് ചെന്നാൽ എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാണ്. അതായത് വിൽ ബി ലെസ് ദാൻ മ്യൂസ് ഇൻറ്റു എൻ. ഇപ്പോൾ മ്യൂസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അണ്ടർ നോർമലി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ലെസ് ദാൻ ദാറ്റ്. അപ്പോൾ മാക്സിമത്തിൽ കുറവായിരിക്കുമല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ അവിടുത്തെ ആൻസർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, ചൂസ് ദി ഓഡ്, ഗിവ് ദി റീസൺ. 4 ഫോഴ്സസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാ? ലിസ്റ്റിൽ പെടാത്തോ? 1. എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബി ഇലക്ട്രിക് ഫോഴ്സ്, സി സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഡി ഫ്രിക്ഷൻ. ഇതിലേതാണ് ഓടായിട്ട് വരുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സാണ് ഇവിടെ ഓടായിട്ട് വരുന്നത്. കാരണം ബാക്കിയെല്ലാം നേച്ചറിൽ കാണുന്ന ഫോഴ്സസാണ്. ഇതിലേത് വേണേൽ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് മാറാം. ഇപ്പോൾ പ്ലാനറ്റ്സും സാറ്റലൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് മാറുന്നത്. ഇലക്ട്രോണും ആറ്റവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സാണ്. റോഡിലെ വളവ് തിരിയുമ്പോൾ ഫ്രിക്ഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് വരുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലാസ് ഓഫ് ഫോഴ്സ് അല്ല. ബാക്കിയൊക്കെ ബേസിക് ഫോഴ്സസോ അല്ലെങ്കിൽ നേച്ചറിൽ കാണുന്ന ഫോഴ്സസോ ഒക്കെയാണ്. അതിലേത് വേണേൽ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് മാറാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വളവൊക്കെ സർക്കുലർ മോഷൻ നടക്കുമ്പോൾ അവിടെ രംഗത്ത് വരുന്ന സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ ഈ പേരങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. പല ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ടെൻഷൻ, ഗ്രാവിറ്റി, എക്സെട്ര. അപ്പോൾ ഇവിടെ ഓടായിട്ട് വരുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. Another one. A 70 kilogram man, 70, slides down a vertical pole with a constant acceleration 2 meters per second square. What is the force exerted by the man on the pole? ഇത് ഒരു പോളിൽ കൂടെ, ഒരു പോസ്റ്റിൽ കൂടെ ഒരാൾ നിരങ്ങി താഴോട്ട് ഇറങ്ങുക, സ്ലൈഡ് ചെയ്യുന്നു വിത്ത് ആൻ ആക്സിലറേഷൻ എ. അപ്വേർഡ് ഫോഴ്സ്
പോളയിലുള്ള അപ്വേഡ് ഫോഴ്സ് എഫ് ആന്നിരിക്കട്ടെ. ഇത് കൂടാതെ അയാളുടെ വെയിറ്റ് താഴോട്ടുണ്ട്. അയാളിപ്പോൾ ആക്സിലറേഷനോട് കൂടിയാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എഫിൻ്റെ എം ജിയുടെയും കൂടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എടുത്താൽ എം ജി ആണ് ഇവിടെ വലുത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റുമാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് എം ജി മൈനസ് എഫ്. മുകളിലോട്ട് കയറുകയാണ് എഫ് മൈനസ് എം ജി എന്ന് എടുക്കണം. താഴോട്ട് വരുമ്പോൾ എം ജി മൈനസ് എഫ്. ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എം എ,യുടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. Therefore F equals mg minus ma, or m into g minus a. m എന്ന് പറഞ്ഞാൽ 70 കിലോഗ്രാം ഇൻറ്റു ജി 10 എന്ന് എടുക്കുന്നു, മൈനസ് എ ഈസ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 560, 70 ഇൻറ്റു 8, 560 ന്യൂട്ടൺ. ഇതാണ് അയാൾ പോസ്റ്റയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ വരുമ്പോൾ അതിൻ്റെ ബേസിക് ഇങ്ങനെ ഞാൻ പല പോസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിച്ച് കാണുക. ഭാവിയിൽ ഉപകരിക്കും. വെറുതെ തള്ളിക്കളയരുത്. അടുത്ത ചോദ്യം. എ ലോറി carrying a load having a coefficient of static friction 0.2 with the platform of the lorry is moving at 20 meters per second. In how short a distance can the lorry be stopped without causing this load to slide? ഒരു ലോറിയിൽ ഒരു ലോഡ് ഇരിപ്പുണ്ട്. ആ ലോഡും ലോറിയുടെ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.2. ലോറി 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എത്ര കുറഞ്ഞ ദൂരത്തിൽ ബ്രേക്ക് ചവിട്ടി നിർത്തിയാൽ ഈ ലോഡ് ലോറിയിൽ നിരങ്ങാതിരിക്കും? ഇത് മുന്നോട്ട് നിരങ്ങും ചവിട്ടി നിർത്തുമ്പോൾ. അങ്ങനെ നിരങ്ങാതെ ഫ്രിക്ഷൻ അതിനെ പിടിച്ച് നിർത്തണം. അപ്പോൾ എത്ര കുറഞ്ഞ ദൂരത്തിൽ ബ്രേക്ക് ചവിട്ടി ഈ ലോറി നിർത്താമെന്നാണ് ചോദ്യം. നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാണുന്നത് മ്യൂസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ സാധാരണഗതിയിൽ വെയിറ്റ് വരുന്നിടത്തെല്ലാം വെയിറ്റാണ് നോർമൽ റിയാക്ഷൻ, വെയിറ്റിന് തുല്യമാണ്. അപ്പോൾ മ്യൂസ് ഇൻറ്റു എം ജി എന്ന് എടുക്കും. അപ്പോൾ ഫോഴ്സ് ഓഫ് റിട്ടാർഡേഷൻ, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് റിട്ടാർഡേഷൻ ഫ്രിക്ഷനെ കൂടാൻ പാടില്ല. അതാ കണ്ടീഷൻ. ഫോഴ്സ് ഓഫ് റിട്ടാർഡേഷൻ മസ്റ്റ് നോട്ട് എക്സീഡ് ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ റിട്ടാർഡിങ് ഫോഴ്സ് എ, റിട്ടാർഡേഷൻ ബ്രേക്ക് ചവിട്ടുമ്പം കൊടുക്കുന്ന റിട്ടാർഡേഷൻ എ ആണെങ്കിൽ റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ മൈനസ് എം എ. That should be equal to, that should not, മാക്സിമം ഇത് മ്യൂസ് ഫ്രിക്ഷന് തുല്യമായിരിക്കുക, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ മൈനസ് എം എ മസ്റ്റ് ബി ഈക്വൽ ടു, ലിമിറ്റിലായി ഈക്വൽസ് എഴുതുന്നത്, മ്യൂസ് ഇൻറ്റു എം ജി. എം അങ്ങ് വെട്ടിപ്പോവും, പോയിട്ട് എ ഈക്വൽസ് മൈനസ് മ്യൂസ് ഇൻറ്റു ജി. ദറ്റ് ഈസ് മൈനസ് മ്യൂസ് ഈസ് 0.2 തന്നിട്ടുണ്ട്, ജി 10 എടുക്കുന്നു. അപ്പോൾ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ റിട്ടാർഡേഷൻ ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്കറിയാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽസ് ടു എ എസ്, ഫ്രം വിച്ച് എസ് ഈക്വൽസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a ഈക്വൽസ് വി 0 ആയിരിക്കണമല്ലോ, ലോറി ചവിട്ടി നിർത്തുകയല്ലേ. അപ്പോൾ 0 മൈനസ് യു 20 സ്ക്വയർ ബൈ 2 into a is -2. The answer is 100 meter. 100 meter. 100 മീറ്റർ കുറഞ്ഞ ദൂരത്തിൽ ഈ ലോറി ചവിട്ടി നിർത്തി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ലോഡ് നിരങ്ങും, ലോറിയുടെ മുമ്പിലോട്ട് നിരങ്ങും ഇനേർഷ്യ മൂലം. അടുത്തത്, എ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ എ 45-degree inclined plane in twice the time it takes to slide down a frictionless
45-degree inclined plane. What is the coefficient of kinetic friction between the block and the first incline? 45 ഡിഗ്രി ചരിഞ്ഞ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഒരു ബ്ലോക്ക് നിരങ്ങി ഇറങ്ങാൻ ഡബിൾ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു പ്ലെയിനിൽ കൂടെ നിരങ്ങി ഇറങ്ങാൻ വേണ്ട സമയത്തിൻ്റെ ഡബിൾ എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ എത്രയാണെന്നാണ് ചോദ്യം. പല പോസ്റ്റിങ്ങിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിൻ വെയിറ്റ് നേരെ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് mg നേരെ താഴോട്ട്. ഇതിനെ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡൗൺ ദി പ്ലെയിൻ mg സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ mg കോസ് തീറ്റ. നോർമൽ റിയാക്ഷൻ mg കോസ് തീറ്റയ്ക്ക് നേരെ എതിരെ n. ഫ്രിക്ഷൻ താഴോട്ട് നിരങ്ങി ഇറങ്ങുമ്പോൾ ഫ്രിക്ഷൻ നേരെ പ്ലെയിനിന് മുകളിലോട്ട്. ഇതെപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. അതിവിടെ 45 ഡിഗ്രിയാണ്. എങ്കിൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് താഴോട്ട് നിരങ്ങി ഇറങ്ങുമ്പോൾ mg സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഫ്രിക്ഷൻ. അപ്പോൾ താഴോട്ടുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് mg സൈൻ തീറ്റ മൈനസ് FR. പക്ഷേ FR എന്ന് പറഞ്ഞാൽ മ്യൂ k ഇൻറ്റു n. കൈനറ്റിക് നിരങ്ങി ഇറങ്ങുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എടുക്കണ്ടേ. FR ഈക്വൽസ് മ്യൂ k ഇൻറ്റു n. പക്ഷേ n ഈക്വൽസ് mg കോസ് തീറ്റ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇത് ബാലൻസ്. ഇത് ഇങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകുന്നില്ല. ഈ ഡയറക്ഷനിൽ ഇത് ഈക്വലിബ്രിയത്തില്ല. സോ n ഈസ് ഓൾവേസ് ഈക്വൽ ടു mg കോസ് തീറ്റ. അപ്പോൾ FR ഈക്വൽസ് മ്യൂ k ഇൻറ്റു n ഈക്വൽസ് മ്യൂ k ഇൻറ്റു n ഈക്വൽസ് mg കോസ് തീറ്റ. ഇനിയും റിസൾട്ടൻ്റ് ഡൗൺവേർഡ് ഫോഴ്സ് F ഈക്വൽസ് mg സൈൻ തീറ്റ മൈനസ് FR മൈനസ് മ്യൂ k. FR ഈസ് മ്യൂ k ഇൻറ്റു mg കോസ് തീറ്റ. പക്ഷേ ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് F ഈക്വൽസ് ma. അപ്പോൾ ma ഈക്വൽസ് ഞാനിപ്പോൾ ഇവിടെ A1 എന്നിട്ടിരിക്കുക. ഫ്രിക്ഷനുള്ള കേസിലെ കാര്യം ചർച്ച ചെയ്ത് അപ്പോഴത്തെ ആക്സിലറേഷൻ A1 ആണെങ്കിൽ ma1 ഈക്വൽസ് mg സൈൻ തീറ്റ മൈനസ് മ്യൂ k ഇൻറ്റു mg കോസ് തീറ്റ. അങ്ങ് വെട്ടിപ്പോവും. പോയിട്ട് A1 ഈക്വൽ g സൈൻ തീറ്റ മൈനസ് മ്യൂ k കോസ് തീറ്റ. മ്യൂ k g കോസ് തീറ്റ. ഇത് ഓർത്തിരിക്കുക. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഇൻക്ലൈൻഡ് പ്ലെയിനിന് താഴോട്ടുള്ള ആക്സിലറേഷൻ A ഈക്വൽ g സൈൻ തീറ്റ. ഫ്രിക്ഷൻ ഇല്ലേ g സൈൻ തീറ്റ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മ്യൂ k g കോസ് തീറ്റകൾ വരും. മ്യൂ k ഇൻറ്റു g കോസ് തീറ്റ മൈനസ് ചെയ്യണം ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ. അനങ്ങുന്നില്ലെങ്കിൽ മ്യൂ kക്ക് പകരം മ്യൂ s എഴുതും. അപ്പോൾ A 0 ആകും. ഇത് രണ്ടും ഈക്വൽ ആകും. ഇത് പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇപ്പോൾ ഇവിടെ A1 ഫ്രിക്ഷൻ ഉള്ളപ്പോഴത്തെ ആക്സിലറേഷൻ A1 ഈക്വൽസ് g കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. g ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് 45. സൈൻ 45 ദറ്റ് ഈസ് 1/√2 മൈനസ് മ്യൂ k ഇൻറ്റു g. g ഉണ്ട് ഇവിടെ. g പുറത്തെടുത്തിട്ടുണ്ട്. മ്യൂ k ഇൻറ്റു കോസ് 45 ദറ്റ് ഈസ് ഓൾസോ 1/√2. ചുരുക്കത്തിൽ g 10 എന്നെടുത്ത് കഴിഞ്ഞാൽ 10√2 കഴിഞ്ഞ് പുറത്തെടുക്കുക. അപ്പോൾ 10/√2 ഇൻറ്റു 1 മൈനസ് മ്യൂ k എന്ന് വരും. ദാറ്റ് ഈസ് A1. ഇനി A2 എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ A ഈക്വൽ g സൈൻ തീറ്റ. അപ്പോൾ A2 ഈക്വൽ g സൈൻ തീറ്റ ദറ്റ് ഈസ് 10 ഇൻറ്റു സൈൻ 45 ദറ്റ് ഈസ് 10/√2. അപ്പോൾ ഇനി നമുക്ക് S ഈക്വൽസ് ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഫോർമുല എടുക്കാം. ഒരേ ദൂരം നിരങ്ങിയെടുക്കാൻ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഡബിൾ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. S ഈക്വൽസ് ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പോൾ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ S ഈക്വൽസ് ഹാഫ് AT സ്ക്വയർ. അപ്പോൾ S1 ഈസ് ഹാഫ് A1 T1 സ്ക്വയർ. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ S2 ഈക്വൽസ് ഹാഫ് A2 T2 സ്ക്വയർ. പക്ഷേ S1 ഈക്വൽസ് S2 ഒരേ ദൂരെ ഇറങ്ങാൻ വേണ്ട സമയത്തിൻ്റെ വ്യത്യാസമല്ലേ പറഞ്ഞിരിക്കുന്നത്. S1 ഈക്വൽസ് S2
That is half a1 t1 square equals half a2 t2 square. ഹാഫ് വെട്ടി പോവും. പോയിട്ട് ഇവിടെ നിന്നാൽ നമുക്ക് t1 സ്ക്വയർ ബൈ t2 സ്ക്വയർ ഈക്വൽസ് a2 ബൈ a1 എന്ന് വരും. പക്ഷെ t1 ബൈ t2 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഡബിൾ ടൈം ട്വൈസ് ദി ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പം t1 ബൈ t2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ t1 സ്ക്വയർ ബൈ t2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4 ഈക്വൽസ് a2 ബൈ a1. a2 എന്ന് പറഞ്ഞാൽ 10/√2 എന്ന് കിട്ടി. ബൈ a1 ഈസ് 10/√2 ഇൻറ്റു 1 മൈനസ് മ്യൂ കെ. 10/√2 ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ഈക്വൽസ് 1/1 മൈനസ് മ്യൂ കെ, ഫ്രം വിച്ച് 1 മൈനസ് മ്യൂ കെ ഈക്വൽസ് 1/4. 1/4 ഈസ് 0.25, ഫ്രം വിച്ച് mu k equals 1 minus 0.25. That is 0.75. That is the coefficient of kinetic friction. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ സ്റ്റാൻഡേർഡ് കൂടിയതും നോർമൽ സ്റ്റാൻഡേർഡും ഒക്കെ ആയിട്ട് ഇടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ +2 ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആകും സംഗതി. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഒക്കെ. താങ്ക് യു.